SSLC പരീക്ഷ ആലോചിച്ച് പേടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുക. ഏറ്റവും അവസാനം ഞങ്ങൾ ഇതിൽ ഓരോ സബ്ജക്റ്റും നിങ്ങൾ എങ്ങനെയാണ് കൃത്യം ടൈം മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ മിസ് നമുക്ക് ഒട്ടും സമയം കളയണ്ട അല്ലേ? യെസ്, നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാർച്ച് മാസത്തിലെ നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ആയതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാകും, കുഴപ്പമില്ല, അതിൽ കാര്യമായിട്ട് ഒന്നുമില്ല, നിങ്ങൾ കണ്ട ടൈം ടേബിൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് 3-ാം തീയതിയാണ് അല്ലെ? 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പൊ ലാംഗ്വേജ് ആണ് അല്ലെ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 26-ാം തീയതിയാണ് പിന്നെ പരീക്ഷ കഴിയുന്നത്. അപ്പൊ 3-ാം തീയതി തുടങ്ങി 3, 5, 7, 10, 17, 19, 21, 24, 26 അങ്ങനെയാണ് നിങ്ങളുടെ ഡേറ്റുകൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ മോഡൽ എക്സാം അടുത്ത് ഇങ്ങ് വന്നു കഴിഞ്ഞു അല്ലെ? അപ്പൊ മോഡൽ എക്സാമിലേക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പൊ മോഡൽ എക്സാം എന്തായാലും നിങ്ങൾ പഠിച്ചൊരു പ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഒക്കെ എഴുതുക. പക്ഷെ മോഡൽ എക്സാമിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ മിസ്സേ, ഈ ടൈം ടേബിളില് കുറച്ച് ദിവസം നമുക്ക് ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് അതായത് 10-ാം തീയതി നിങ്ങളുടെ SS-ന്റെ എക്സാം, സോഷ്യലിന്റെ എക്സാം കഴിഞ്ഞാൽ 17-ാം തീയതിയാണ് നിങ്ങൾക്ക് മാത്സ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരാഴ്ച ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരാഴ്ചയും കൂടി എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ വളരെ അത്യാവശ്യമാണ്. കാരണം അത് കഴിഞ്ഞു വരുന്ന സബ്ജക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം മെയിൻ സബ്ജക്റ്റുകളാണ്, ഒക്കെ ഒരു ദിവസം ഗ്യാപ്പാണ്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഏകദേശം നിങ്ങൾ പഠിച്ചെത്തിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പൊ ഏതൊക്കെയാണ് ഈ ലീവിന് ശേഷം വരുന്നത്? മാത്സ് വരുന്നുണ്ട്, പിന്നെ കെമിസ്ട്രി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജി വരുന്നുണ്ട് അല്ലെ? അതിന്റെ മുകളിലേക്കുള്ള സബ്ജക്ട്സിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നു താഴേക്ക് വരുന്ന സബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി പ്ലാൻ. അപ്പൊ നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞാൽ, അതായത് മോഡൽ എക്സാം കഴിയുന്നത് 21-ാം തീയതിയാണ് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞ് 22 തൊട്ട് 28 വരെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഏകദേശം നിങ്ങൾക്ക് 7 ദിവസം, അതായത് ഒരാഴ്ച സമയമാണ്. ആ ഒരാഴ്ച എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് മുന്നേ ഒക്കെ നിങ്ങൾ സ്റ്റഡി പ്ലാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ? ആ ടൈമിൽ നിങ്ങൾക്ക് വൈകിട്ട് വീട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും പഠിക്കാൻ കിട്ടുന്നത്. ആ ഒരു സമയം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്, ഒരു ഫുൾ ഡേ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. സോ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ടത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊരു സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ചാപ്റ്റേഴ്സ് നമ്മൾ പറയുന്നില്ല. കാരണം ചാപ്റ്റേഴ്സ് ഓരോ കുട്ടികളും ചിലർക്ക് കുറച്ച് ടഫ്, എല്ലാവർക്കും ഒരേ ചാപ്റ്റർ ആയിരിക്കണം എന്നില്ല ബുദ്ധിമുട്ടുള്ളത്, എല്ലാവരും പഠിച്ചെത്തിയിരിക്കുന്ന ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ലാംഗ്വേജിൽ കൊടുത്തില്ല. ലാംഗ്വേജ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മോഡൽ എക്സാമിന് പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സാമിന്റെ സമയത്തും ഗ്യാപ്പുകളുണ്ട്. 3-ാം തീയതി തുടങ്ങി 7-ാം തീയതി വരെയുള്ള പരീക്ഷയിൽ 3 പരീക്ഷ, 3-ലും ലാംഗ്വേജ് ആണ് വരുന്നത്. ഇംഗ്ലീഷും നിങ്ങളുടെ ഹിന്ദിയും അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കി 2 ലാംഗ്വേജസും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് അത് പഠിക്കാൻ നിങ്ങൾക്ക് റിലാക്സേഷൻ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജിനെ കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 22-ാം തീയതി അല്ലെ? അപ്പൊ ഞങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ തന്നെ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ചുണ്ടാക്കിയ സ്റ്റഡി പ്ലാൻ ആണ്. ഇതിലെ സബ്ജക്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എവിടെയെങ്കിലും മാറ്റം വരുത്തണോ. പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, നമ്മൾ സ്റ്റഡി പ്ലാൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്ന ദിവസം തന്നെ ഫിസിക്സ് പഠിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. എല്ലാം ഒരേപോലെ പഠിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ തോന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ 22-ാം തീയതി ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം? ഫിസിക്സ്, ബയോളജി, സോഷ്യൽ. യെസ്, 23-ാം തീയതി കെമിസ്ട്രി, സോഷ്യൽ, ബയോളജി. 24-ാം തീയതി മാത്സ്, ബയോളജി, സോഷ്യൽ. 25-ന് സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി. 26 മാത്സ്, ബയോളജി, സോഷ്യൽ. 27 ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, മാത്സ്, സോഷ്യൽ ആൻഡ് ഫിസിക്സ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ കുറച്ച് അധികം കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 10-ാം തീയതി കഴിഞ്ഞ് 17 വരെയുള്ള ഗ്യാപ്പ്. അപ്പൊ ബാക്കി സബ്ജക്ട്സിന് നമുക്ക് അവിടെയും കുറച്ച് എന്ത് ചെയ്യാം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ സോഷ്യലിന്റെ പരീക്ഷ കഴിയുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് സോഷ്യലിന് കുറച്ച് കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും അല്ലെ? യെസ്, അപ്പൊ നമ്മൾ ശരിക്കും അത് കഴിഞ്ഞ് വരുന്ന, അതായത് ഈ പറയുന്ന പോലെ തന്നെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് 10-ാം തീയതി തൊട്ട് 17 വരെയുള്ള ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15ഉം 16ഉം നമ്മൾ ഇവിടെ കൊടുത്തില്ല. കാരണം എന്താ, 17-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സ് എക്സാം ആണ്. അപ്പൊ മാത്സിന്റെ എക്സാം 17 ആയതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ 15ഉം 16ഉം നിങ്ങൾ മാത്സ് തന്നെ പഠിക്കുള്ളൂ, പഠിക്കാൻ വേണം. യെസ്, അപ്പൊ അതുകൊണ്ട് 10, 11, 12, 13, 14 5 ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ 10-ാം തീയതി മാത്സ്, ബയോളജി, 11 മാത്സ്, കെമിസ്ട്രി, 12 ഫിസിക്സ്, ബയോളജി, 13 ഫിസിക്സ്, കെമിസ്ട്രി, 14 മാത്സ്, കെമിസ്ട്രി. യെസ്,
ആൻഡ് അത് കൂടാതെ എന്താണ് മിസ്? അതായത് ഈ തേർഡ് സബ്ജക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ദിവസം എന്തായാലും നിങ്ങൾ ഒരു മിനിമം 3 സബ്ജക്ട് എങ്കിലും പഠിക്കണം. അതുകൊണ്ടാണ് ഈ 3 എന്നുള്ളൊരു സംഖ്യയിൽ ഞങ്ങൾ ഈ ഒരു സബ്ജക്ട്സിന് ഒതുക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തേർഡ് സബ്ജക്ട് നിങ്ങളുടെ ചോയ്സ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾ ഫിസിക്സ് ചിലപ്പോൾ കുറെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കെമിസ്ട്രി നിങ്ങൾ ചിലപ്പോൾ ഒരു 2, 3, 4 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നിലായിരിക്കും. യെസ്. ബയോളജി ചിലപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്തും ആവാം. അപ്പൊ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠന നിലവാരം അനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പേഴ്സണൽ ഫ്രീഡം എടുത്തിട്ട് ഈ 3ാമത്തെ സബ്ജക്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. ആ സബ്ജക്ട് പഠിക്കുക. അതായത് എവിടെയാണോ നിങ്ങൾ കുറച്ച് പിന്നിലാണെന്ന് തോന്നുന്നത് ആ സബ്ജക്ട് വേണം നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട്. യെസ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ ഈ പറയുന്ന 5 സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് 6 ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം 6 തവണ പഠിക്കാൻ, അല്ലെങ്കിൽ അത് എത്ര മണിക്കൂറാണോ നിങ്ങൾ നോക്കുന്നത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 times നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട് ഓരോ സബ്ജക്റ്റും. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റും നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇതിൽ നമ്മൾ സമയം കൊടുക്കാതിരുന്നത് സമയം വേരി ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ എക്സാമിന് ചിലർ ഫിസിക്സ് കുറച്ച് പഠിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ബയോളജി ചിലപ്പോൾ കുറച്ചും കൂടി സമയം വേണ്ടി വരും. ഇനി അല്ല തിരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ലെവലിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സമയം മാത്രം നിങ്ങൾ സ്വന്തം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എത്ര ടൈമാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഉള്ളത് കൊണ്ട് മിസ് ഏകദേശം അതായത് ഇപ്പൊ രാവിലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു 6-6:30 തൊട്ട് പഠിക്കാൻ തുടങ്ങാം. ആ ഒരു 6 മണിയോ 6:30 തൊട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ആൻഡ് ഓൾസോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു 45-50 മിനിറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. പക്ഷെ അത് കൂടാതെ ഒരു മേജർ ബ്രേക്ക് ഒരു നമ്മൾ പറയില്ല ഒരു അരമണിക്കൂർ ബ്രേക്ക്, എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ഒരു അരമണിക്കൂർ ഒന്ന് നടന്ന ഒരു പാട്ട് കേൾക്കാനോ എന്തിനെങ്കിലും ഒക്കെ ഒരു അരമണിക്കൂർ ബ്രേക്ക് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. യെസ്. അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ, അത് എപ്പോഴും നമ്മൾ ഈ എക്സാം സമയമാകുമ്പോൾ പൊതുവെ എല്ലാവരും വിട്ടുപോകുന്ന കാര്യമാണ് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, വെള്ളം കുടിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക. ഇങ്ങനെയുള്ള വേണ്ട കുട്ടികൾക്ക് പവർ നാപ്പ് എടുത്തിട്ട് ആ വഴിക്ക് ഒരു 2-2.5 മണിക്കൂർ ഉറങ്ങി വരരുത്. 15 മിനിറ്റ് ഉറങ്ങാൻ പറ്റുള്ളൂ. അതെ, പവർ നാപ്പാണ്, അത് പെട്ടെന്ന് ഉറങ്ങി എണീക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ വെറുതെ ഒരു കാര്യമില്ല. ഭക്ഷണം, പ്രത്യേകിച്ച് സമ്മർ ആണ്, നല്ലോണം ഡീഹൈഡ്രേറ്റഡ് ആവും. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. രാത്രികളിൽ ഉറക്കം സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ലേറ്റ് നൈറ്റ് സ്റ്റഡി എന്നുള്ളത് നമുക്ക് വേണ്ട. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യം രാത്രി 10 മണിക്ക് പഠിച്ചു കഴിഞ്ഞ് രാവിലെ നിങ്ങൾക്ക് ഒരു 5 മണിക്കോ 5:30ക്കോ എഴുന്നേൽക്കാൻ പറ്റും. ആ രീതിയിൽ ഒരു സ്കെഡ്യൂൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ സ്റ്റോർ ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേ മുഴുവൻ ക്ഷീണമായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബയോളജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബയോളജിയിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനും എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വന്ന വെയിറ്റേജിന്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം. യെസ്. അപ്പൊ ഇതിന്റെ താഴെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് കയറിയിട്ട് ആ വീഡിയോ കൂടി റെഫർ ചെയ്യുക ബയോളജിക്ക് കേട്ടോ. യെസ്. കമന്റ് ബോക്സിൽ പോകണ്ടെന്ന് തോന്നുന്നു അല്ലെ? നമുക്ക് അല്ലാണ്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ എന്ത് ചെയ്യണം, എന്തായാലും മാക്സിമം ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ എക്സാമിലേക്കുള്ള മാരത്തോണിന്റെ പൊങ്കാലയാണ് വരാൻ പോകുന്നത്. സോ എല്ലാ ലൈവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ആ വിവരം അറിയണം. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫൈ മീ എന്തായാലും. ആൻഡ് കോണ്ടന്റ് വീഡിയോസ് ഒരുപാട് ഇനി അപ്ലോഡ് ചെയ്യാൻ കിടക്കുകയാണ്. നമുക്ക് എക്സാം വരികയാണ്. അപ്പൊ ഇനി എല്ലാ സബ്ജക്റ്റും ബയോളജി, നല്ല ഫിസിക്സും കെമിസ്ട്രി, മാത്സും, ബയോളജി, ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ കോണ്ടന്റ് വീഡിയോസ് നമ്മൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സജഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. മിസ് ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനത്തെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഓരോ കമന്റിലൂടെയും പോകുന്നുണ്ടായിരിക്കും, വായിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.